എല്ലാ കൂട്ടുകാർക്കും റഷ്യൻ ഓക്സിൻ്റെ പുതിയൊരു ഡിലേക്സോ 2025 മോഡൽ സ്കോഡ കൈലാക്കിലെ സിഗ്നേച്ചർ വേരിയൻ്റാണ്. ഈ വേരിയൻറ്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സാണുള്ളത്, എത്രയാണ് അത് അപ്ഡേറ്റ് നോൺ റോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സ്കോഡ കൈലാക്കിലെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്കൊരു DRL കൊടുത്തിരിക്കണം. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഹെഡ്ലൈറ്റിലേക്ക് നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീം ലോ ബീമാണ് കൊടുത്തിരിക്കുന്നു. വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഭാഗം കൊടുത്തിരിക്കുന്നു. ഒരു 189 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണുള്ളത്. ഫ്രണ്ടിലെ ഗ്രില്ല് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് കാണാനായിട്ട് പറ്റും. 215 സെക്ഷൻ ടയറുകളാണ്. ഫ്രണ്ടിൽ ഡിസ്ക്, ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. നമുക്ക് സ്കോഡയുടെ ലോഗോ കാണാം. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിലുള്ള ലുക്ക്. നമുക്ക് കീഴെ സെൻറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് റൈസ് കാണാം. വേറെ സിൽവർ ഫിനിഷ് ആണുള്ളത്. ബാക്കിൽ നോർമൽ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളും ബാക്കിൻ്റെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പോയിലർ പോലത്തെ കൊണ്ടിരിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. അതിനടുക്കായിട്ട് ഹാമോയുടെ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് D4 ഗ്ലാസ്സാണ്. വൈപ്പറോ വാഷറോ വരെ വരുന്നില്ല. നമുക്ക് സ്കോഡയുടെ ലോഗോ ബാജിങ് കാണാം. കൈലാക്കിൻ്റെ ഒരു ബാജിങ് കാണാം. വേറെ മറ്റ് വേരിയൻറ്റിൻ്റെ ബാജിങ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. ടൈലറ്റിലേക്ക് വന്നാൽ ഫുൾ LED ആണ്. സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ട്, ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഹാലജനായിട്ടാണുള്ളത്. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ടിന് ഓപ്പൺ ചെയ്തേക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. സ്ക്വയർ ഷേപ്പിലെ വലിയ ബൂട്ടുകളാണ്. വേറെ ബൂട്ട് ലൈറ്റ് കാണുന്നത് തന്നെ വരുന്നില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീഴ സെൻറ്റർ ആംഗിളും തന്നെ വരുന്നില്ല. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഡ്യുവൽ ടോൺ കളർ. ഡോർ പാഡിൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ കാണാം. ടോപ്പിലെ ബ്ലാക്ക്, ഇവിടെ ഒരു ബീച്ച് കളർ എന്ന് പറയാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. 4 പവർ കൺട്രോൾ. ഡ്രൈവർ സൈഡിൽ വേണ്ട 1 ടച്ച് അപ്പ് ഉള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ, ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷിലാണ്. സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ ഒടിച്ച് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സീറ്റിൻ്റെ നല്ല കംഫർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോടെ സീറ്റുകളാണുള്ളത്. ഇത് മാനുവൽ വേരിയൻ്റാണ്. 3 പടികൾ കാണാം. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യണം, ഫീൽഡ് ഓപ്പൺ ചെയ്യാനോ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ ഇവിടെ തിരിക്കുന്ന സാധനമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പാർക്ക് ലൈറ്റ് ആക്റ്റീവ് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ആണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സ്കോഡയുടെ എല്ലാ ഇന്ത്യയിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രീമിയമായിട്ട് തോന്നുന്ന നമുക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫങ്ഷണലാണ്. ലെതർ ആപ്റ്റീനാണ് നോർമൽ സ്റ്റിയറിംഗ് ആവുന്നത്. അതിൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. എവിടെ വശത്ത് മ്യൂസിക്കിൻ്റെ ഫോൺ കൺട്രോൾസും പല വശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടവശത്തായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പല വശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം. നോർമൽ കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇൻസ്ട്രുമെൻറ്റിലേക്ക് വന്നാൽ നമുക്ക് അനലോഗായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് യൂണിറ്റ് ആണുള്ളത്. സ്പീഡോമീറ്ററും RPM എല്ലാം അനലോഗാണ്. നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് ആവറേജ് ഫ്യൂരി, ഡിസ്റ്റൻസ് ടു MT, എത്ര കിലോമീറ്റർ ഓടി എല്ലാം കൊടുക്കാം. എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നാൽ നമുക്ക് 7 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സ്ക്രീനാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണുള്ളത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡൻസ് കൂടി റിവേഴ്സ് ക്യാമറയാണുള്ളത്. വേറെ അടുത്ത ഫീച്ചേഴ്സൊന്നും തന്നെ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താഴത്തേക്ക് വന്നാൽ നമുക്ക് ഹൈലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. AC യൂണിറ്റ് നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ഗിയർ കാണാം. ഹാൻഡ് ബ്രേക്ക് ഇവിടെ എല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആ ആംബ്രസ്റ്റിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റോടെ സീറ്റുകളാണുള്ളത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷനൊന്നും തന്നെ വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ സ്കോഡയിൽ കൈലാക്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല. കോഡ് സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണുള്ളത്. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റുകൾ സ്റ്റിൽ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾ ഫീച്ചർ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഇതാണ് ഇൻറ്റീരിയർ ലുക്ക്. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലുതായിട്ട് തുറക്കുന്ന ഡോറും കാണും. ഡോർ പാഡ് എല്ലാം ഡുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ കൺട്രോൾ ആണ്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. ഡോർ ഹാൻഡിൽസ് ക്രോം ഇൻസേർട്ടിലാണുള്ളത്. സ്പീക്കർ ബില്ലാണ് ബോർഡിലോട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റും നമുക്ക് 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. സെൻറ്റർ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുവാണെങ്കിൽ നെവർ നിന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം 11 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. നമുക്ക് 3 പേർക്കുള്ള സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സെൻട്രലിലെ റീഡിംഗ് ലൈറ്റ് കാണാതെ LED ആണ്. നമുക്ക് ബാക്കിൽ പാസറ്ററെ കൊടുത്തിട്ടുണ്ട്. സ്കോഡ കൈലാക്കിലെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേണ്ടി തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഞങ്ങൾക്ക് എല്ലാം അങ്ങനത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനും ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമുക്ക് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സ്കോഡയിൽ ഡീസൽ കാര്യങ്ങളും വരുന്നില്ല. നമുക്ക് പെട്രോൾ മാത്രമാണ്. നമുക്ക് എഞ്ചിനെ നമുക്ക് സുഖമായിട്ട് ഓടിക്കാനായിട്ട് പറ്റും. ഇതെല്ലാമാണ് ഈ നല്ല വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്കോഡയുടെ കൈലാക്കിലെ സിഗ്നേച്ചർ പ്ലസ് എന്ന് പറഞ്ഞ സനു ലോക്സിനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വീഡിയോയിലേക്ക് നോക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. ബൈ ബൈ.